നമസ്കാരം. വീണ്ടും വീണ്ടും ഒരേ വിഷയം തന്നെ ഇങ്ങനെ ആവർത്തനമായിട്ട് വരുമ്പോൾ നിങ്ങൾക്കത് വിരസതയുണ്ടാക്കും എന്നെനിക്കറിയാം. ആവർത്തനം വിരസതയുണ്ടാക്കും. മക്കളെ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരേ വിഷയത്തെ പറ്റി പ്രതിപാദിച്ച് ചീത്ത പറയുമ്പോൾ, വഴക്ക് പറയുമ്പോൾ അവർക്കും വിരസതയുണ്ടാക്കും. അവർ ചെയ്ത തെറ്റാണെങ്കിൽ പോലും ഒരു തവണ പറയാൻ പാടുള്ളൂ. പിന്നെയും വീണ്ടും പിന്നീടും അത് തന്നെ അവൻ അവിടെ ഇരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ ഇത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്ക് വിരസത വരും. ചെറുതായിട്ട് മനസ്സിൽ ദേഷ്യം, വിദ്വേഷം, പക ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് പറഞ്ഞു വരാനായിട്ട് എപ്പോഴും എൻ്റെ മനസ്സിൽ എവിടെ നിന്ന് എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നിങ്ങളോട് അതേക്കുറിച്ചൊന്ന് സംസാരിക്കാനായിട്ട് തോന്നും. ഇന്ന് ഞങ്ങൾക്ക് അതേക്കുറിച്ചൊരു ക്ലാസ് ഉണ്ടായിരുന്നു, പേരൻറ്റിങ്ങിനെ കുറിച്ച്. മക്കൾ ചീത്തയാകുന്നതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് മാതാപിതാക്കൾ തന്നെയാണ് എന്നാണ് പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നല്ലതുപോലെ ശ്രമിക്കണം. അവർ വഴിവിട്ട് പോകും. ഇക്കാലത്ത് അങ്ങനെയാണ്, പോയി കഴിഞ്ഞിരിക്കുന്നു. അവർ നമ്മളിൽ നിന്നൊക്കെ വിട്ടകന്നിരിക്കുന്നു. ഒരു 100 കുട്ടികളുണ്ടെങ്കിൽ അതിലൊരു 10 പേര് ചിലപ്പോൾ മാതാപിതാക്കളുടെ ഒപ്പം നിൽക്കുന്നുണ്ടാവാം. ബാക്കി 90 പിള്ളേരും കൈവിട്ട് പോയി എന്ന് വേണം പറയാനായിട്ട്. പഠനങ്ങൾ അങ്ങനെയാണ് തെളിയിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അവരോട് മുഷിഞ്ഞൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. 1 പറഞ്ഞ് 2 പറഞ്ഞ് അവൻ തുള്ളിച്ചാടി ചിലപ്പോൾ ഭക്ഷണം കഴിക്കാതെ പോകും. അത്താഴമൊക്കെ ഭക്ഷണം കഴിക്കാതെ മുറിക്കകത്ത് പോയി ലോക്ക് ചെയ്ത് അങ്ങനെയൊക്കെ വാശി തീർക്കുക. അങ്ങനെയൊക്കെയുള്ളൊരു കാലമാണിത്. അപ്പോൾ മാതാപിതാക്കൾ ഇന്ന് മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത്. അത് മക്കളറിയുന്നില്ല. അവരെ അച്ഛൻ ജോലിക്ക് പോകണു, അമ്മ ജോലിക്ക് പോകണു, വന്നു കഴിഞ്ഞാലോ തിക്കും തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുട്ടിയുടെ കൂടെ ഇത്തിരി നേരം ചിലവഴിക്കാനായിട്ട് അവർക്ക് സമയം കിട്ടുന്നില്ല. അവിടെ തൊട്ടേ തുടങ്ങുന്ന പ്രശ്നങ്ങൾ. പിന്നെ അച്ഛനും അമ്മയും തമ്മിൽ ഒന്ന് ഇരുന്ന് സംസാരിക്കുന്നില്ല. അത് മക്കൾ കാണുന്നില്ല. എല്ലാ കാര്യങ്ങളും ഇട്ട് മാറ്റി വെച്ചേച്ച് നിങ്ങൾ അച്ഛനും അമ്മയും കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുക. ഒന്ന് ഫ്രീ ആയിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുക. അങ്ങനെ ഇരുന്ന് വീട്ടുവിശേഷങ്ങളൊക്കെ പറയുക, അന്നത്തെ കാര്യങ്ങൾ പറയുക. അപ്പോൾ കുട്ടികളെയൊക്കെ കൂട്ടാൻ വിളിക്കാം. അങ്ങനെ പഴയ കാലത്തുണ്ടായിരുന്ന പോലത്തെ ഒരു ജീവിത രീതി ആക്കിയെടുക്കണം നമ്മൾ. പണ്ട് എന്തെല്ലാം കളികളുണ്ടായിരുന്നില്ലേ? നമ്മളെന്തെല്ലാം കളികൾ കളിച്ചിട്ടുണ്ട്. കുട്ടിയും കോലും, ഊഞ്ഞാലാട്ടം, വട്ടുകളി, അങ്ങനെ കുട്ടിയും കോലും അത് പറഞ്ഞല്ലേ. അങ്ങനെ എന്തെല്ലാം കളികൾ നമ്മൾ, കളിത്തട്ട് ഒക്കെ കളിച്ചിട്ടുണ്ട്. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അതൊന്നുമില്ല. അപ്പം നമ്മൾ അവരുടെ കൂട്ടത്തിൽ ഈ കളികളൊക്കെ ആയിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് ചിലവഴിക്കാം. വെറുതെ കള്ളനും പോലീസും കളിക്കുക, അങ്ങനെയുള്ള ഓരോ കളികളൊക്കെ ഇല്ലേ, അതൊക്കെ എന്തെങ്കിലുമൊക്കെ മക്കളുടെ കൂടെ ഒന്ന് റിലാക്സ് ചെയ്ത് അവരെയും കൂട്ടി. പിന്നെ ഞാൻ പറയാം, അമ്മയെ സ്നേഹിക്കുന്ന മക്കളാരും പുറത്തൊരു കുറ്റകൃത്യത്തിനും പോകില്ല. ആരെയും പീഡിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പോകില്ല. അമ്മ, ചേച്ചിമാർ, ആൻറ്റിമാർ, അമ്മായിമാർ, അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടപഴകുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും ഒരു അനാവശ്യത്തിനും ഒരിടത്തും പോകില്ല. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന കുട്ടികൾ ഒരു കുറ്റകൃത്യത്തിനും പോകില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പം അതേ സമയത്ത് ഇങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾ എങ്ങനെയുള്ള കുടുംബങ്ങളാണെന്നറിയുമോ? അച്ഛനും അമ്മയും തമ്മിലൊന്നും ഒരു ബന്ധം ഉണ്ടാവില്ല. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാര്യങ്ങൾ ഒക്കെ അങ്ങോട്ട് പോണു. മക്കളോടാണെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, എടാ നീ അത് പിന്നെ എനിക്കിപ്പോൾ തരില്ല, അവനെ പറഞ്ഞു വിട്ടത്, അമ്മയ്ക്ക് പോയാൽ എന്താ, അല്ലെങ്കിൽ അച്ഛന് പോയാൽ എന്താ, ഇങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവും. ആ കുഞ്ഞുങ്ങളൊക്കെ വഴിതെറ്റിപ്പോയില്ലെങ്കിൽ അത്ഭുതം. അങ്ങനെയാണെന്നേ. അവരുടെ കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് ഇടപെടുകയും, എന്താണ് അമ്മയ്ക്ക് ഇന്നൊരു എന്താ അമ്മ പറ്റിയേ എന്ന് ചോദിക്കാൻ ഒരു മനസ്സ് കുഞ്ഞിനില്ലെങ്കിൽ തീർന്നു, അവിടെ കഴിഞ്ഞു കഥ. അപ്പം നമ്മൾ എന്തെന്ന് പറയുക. എനിക്ക് ഇന്നത്തെ കാലത്തെ കുട്ടികളെക്കുറിച്ച് ഓർത്ത്, കുട്ടികളെക്കാളും എനിക്ക് ടെൻഷൻ മാതാപിതാക്കളെക്കുറിച്ച് ഓർത്തിട്ടാണ്. അവർക്ക് നാളെ ഇവരിൽ നിന്നും ഒരു ആശ്രയം കിട്ടുമോ എന്നുള്ള ചിന്ത. നമ്മളെങ്ങനെ സ്നേഹിച്ച് പരിപാലിച്ച് വളർത്തിയാലും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോഴാണ് ഇങ്ങനെ പല പല ധ്രുവങ്ങളിലായിട്ട് ജീവിക്കുന്ന കുടുംബത്തിലെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ, വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ട് അമ്മ എന്തെങ്കിലും കാത്തു വെച്ചിട്ടിരിക്കും. മോനെ ഇത് കഴിക്കടാ എന്ന് പറഞ്ഞാൽ, പിന്നെ എനിക്കിപ്പോൾ വേണ്ട, ഞാൻ ഒറ്റ ഓട്ടം. അങ്ങനെയൊന്നും അല്ലാതെ അല്ലേ, പഴയ ഒരു അടുക്കും ചുറ്റോടും കൂടിയിട്ടൊക്കെ മക്കളെ വളർത്തി. മക്കളെ ഒരു കാരണവശാലും നമ്മൾക്ക് ഉപദേശിച്ച് കൂടെ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. പകരം അവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവരിൽ ഒരാളായിട്ട് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന്, അത്രത്തോളം അത് സാധിക്കില്ല. അവരിലേക്ക് നമ്മൾക്ക് ഇറങ്ങിച്ചെല്ലാൻ നമ്മളും അവരും തമ്മിൽ ഒരുപാട് ഏജിൻ്റെ ആ ഒരു അന്തരമുണ്ട്. അപ്പോൾ ആ അന്തരം കളഞ്ഞിട്ട് അവരിലേക്ക് എത്താൻ നമുക്ക്
അത്ര കണ്ട് അങ്ങോട്ട് പറ്റിയില്ല എങ്കിലും കുറച്ചൊക്കെ സാധിക്കണം. അവരിൽ ഒരാളായിട്ടൊക്കെ അങ്ങോട്ട് മാറി നമ്മുടെ കുറേ കാര്യങ്ങളൊക്കെ കാട്ടിക്കളയണം, നമ്മൾ മാറ്റി വെക്കണം. അല്ലെങ്കിൽ നമുക്ക് അവരെ കിട്ടില്ല. അപ്പം നമ്മൾ നല്ലൊരു അമ്മയായിട്ട് നല്ലൊരു അച്ഛനായിട്ട് മക്കളുടെ കൂടെ കുറേ നേരമൊക്കെ സമയമൊക്കെ ചിലവഴിച്ച് എല്ലാ കാര്യങ്ങളും അവരുടെയൊക്കെ ചോദിച്ചറിഞ്ഞ് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളായാലും അത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അവർ തലതെറിച്ച് പോയിട്ടുണ്ടാവാം. ഇങ്ങനെയൊന്നും കൂട്ടിപ്പിടിച്ചാൽ കിട്ടിയെന്ന് വരില്ല. പക്ഷേ പടിപടിയായിട്ട് നമ്മൾ പറ്റുന്ന പോലെയൊക്കെ അവരെ ചേർത്ത് പിടിച്ച് അവരെ ഒന്ന് കെട്ടിപ്പിടിക്കാനും അവർക്കൊരു ഉമ്മ കൊടുക്കാനും അവരിൽ നിന്ന് ഓർമ്മ തിരിച്ചു വാങ്ങാനും അങ്ങനെയൊക്കെ ശ്രമിക്കണം. അങ്ങനെയൊക്കെ ചെയ്യണം. അങ്ങനെ മുന്നോട്ട് പോയാലാണ് എനിക്ക് എൻ്റെ മനസ്സിനൊരു ആവലാതി കാരണമാണ് കേട്ടോ ഞാനിത് നിങ്ങളോട് പറയണത്. അല്ലാതെ എനിക്കൊരു വീഡിയോ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല. എനിക്ക് മക്കളെക്കുറിച്ച് നല്ല ടെൻഷൻ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ മക്കളെക്കാൾ കൂടുതൽ എനിക്ക് മാതാപിതാക്കളെക്കുറിച്ച് ടെൻഷൻ. അവർ അനുസരണയില്ലാതെ വന്ന ഒരു മോനെ നമ്മുടെ ചേർന്ന് നിന്നില്ല എങ്കിൽ അവനൊരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ അവൻ പെണ്ണ് പറയുന്ന പോലെ പോവുള്ളൂ. പെണ്ണ് പറയുന്ന പോലെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇത് ഓരോരുത്തരും പറയുന്നത് കേട്ടിട്ടല്ല ജീവിക്കേണ്ടത്. നമ്മുടെ കുടുംബത്തിനൊരു കെട്ടുറപ്പുണ്ട്. അപ്പോൾ അമ്മയൊന്നും പ്രത്യേകിച്ച് അപ്പോൾ പറയില്ല, എടാ നീ ശു അങ്ങനെ പറയില്ല. ഭാര്യയാണെങ്കിൽ തലയണ മാത്രം അവിടെ ഓതില്ല. എല്ലാവർക്കും ഒരു ഫ്രീ മൈൻഡായിരിക്കും. അങ്ങനെ ഒരു തുറന്ന കുടുംബാന്തരീക്ഷം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അല്ലാതെ മോൻ കെട്ടിക്കൊണ്ട് വന്ന് അവൾക്ക് മാത്രം അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ രണ്ട് പെൺമക്കളുടെ അമ്മയാണ് ഞാൻ. അങ്ങനെ ഒരു പരിചയം കൂടിയുണ്ട് എനിക്ക്. ഒരിക്കലും ഞാൻ ഈ പെൺകുട്ടികളുടെ വീട്ടിലെ ഭർത്താവിൻ്റെ വീട്ടിലെ അത് അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞു കൊടുക്കില്ല. നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുന്ന ഒരമ്മയാണ് ഞാൻ. എൻ്റെ മക്കളോട് മാത്രമല്ല എല്ലാ മക്കളോടും നമ്മൾ ചെന്ന് കയറുന്ന കുടുംബം നമ്മുടെ കുടുംബമായിട്ട് കാണണം. അത് നമ്മുടെ അച്ഛനാണ്, നമ്മുടെ അമ്മയാണ്. അപ്പോൾ അല്ലാതെ അങ്ങനെ ഞാൻ പറയില്ല, ഞാൻ പറഞ്ഞു കൊടുക്കില്ല. കാരണം എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കണം. മോനൊരു പെണ്ണ് കെട്ടിയെന്ന് വിചാരിച്ചിട്ട് ആ അച്ഛൻ്റെയും അമ്മയുടെയും സമാധാനം ഇല്ലാണ്ടാക്കാനും ആ കുടുംബാന്തരീക്ഷം താറുമാറാക്കാനും നിങ്ങൾ ഒരു മാതാപിതാക്കളും പെൺമക്കളോട് പറഞ്ഞു കൊടുക്കരുത്. അങ്ങനെ നമുക്കൊരു നല്ല നാളെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനേലപ്പുറം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. നാളെ മറ്റൊരു വിഷയമായിട്ട് വരാം കേട്ടോ.